രണ്ടുപേരാണ് തീ പിടിച്ചത്. ഒരാൾ ഇറങ്ങി വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങി ഓടി, അയാളെ തീ അണച്ചു വിട്ടു. പിന്നീട് അയാളെ പിന്നെ കണ്ടെത്തില്ല. തിരിഞ്ഞു നോക്കിയപ്പം ഈ ഡോറ് തുറന്ന് ഒരാൾ പുറത്തിറങ്ങി താഴെ വീണ് കിടന്ന് കത്തുക. അതിനുശേഷമാണ് സർവീസിനെ വിളിച്ചതും അവരിവിടെ വന്നത്. നമുക്ക് രക്ഷപ്പെടുത്താൻ പോലും പറ്റില്ലായിരുന്നു. ഇവിടെ ഈ ഡോറ് ഗേറ്റ് അടച്ചിട്ടിരിക്കുന്നു. ആൾക്കാരെല്ലാം പതക്കം പായുന്നല്ല, ഒരു രക്ഷയില്ലായിരുന്നു അടയ്ക്കാനായിട്ടൊന്നും. അതാണ് സംഭവിച്ചത്. ഒരാൾ ഓടി. പക്ഷെ ആളെ ഇതുവരെയും കണ്ടുപിടിച്ചിട്ടില്ല. എങ്ങോട്ട് ആൾ സൈഡ് മൊത്തം കത്തി ഒരു പരുവായിട്ടുണ്ട്. അതിന് എന്താണെന്നുള്ളതെന്ന് അറിയില്ല. അതിന്റെ ഒന്നും അറിയത്തില്ല. ഞാൻ ഓൾറെഡി വന്നപ്പോൾ ഈ രണ്ട് വണ്ടിയും തമ്മിൽ ടച്ച് ചെയ്ത് കിടന്നതായിരുന്നു. ക്രോസായി കിടന്നതാണ്. ഞാൻ വെച്ചാൽ ഇവിടെ ആക്സിഡന്റ് എങ്ങനെ ആയിരിക്കും. പെട്ടെന്ന് നോക്കിയപ്പോഴാണ് ഈ വണ്ടിയിൽ കുമ്പെന്നുള്ള സൗണ്ടും കേട്ട് പൊട്ടിത്തെറിയുമായത്. അപ്പോഴത്തേക്ക് ഒരാൾ ഇറങ്ങി ഓടി. അത് ഈ വണ്ടിക്കെന്നാണോ ആ വണ്ടിയിലാണോ അറിയത്തില്ല. പിന്നെ അയാളെ തീ അണച്ചതിന് ശേഷം ഇവിടെ വന്നു. ഇവിടെ വന്നപ്പോൾ തിരിഞ്ഞു നോക്കിയപ്പോഴത്തേക്കും ഇവർ തറയിൽ വീണു. വേടാണെങ്കിൽ ലെഫ്റ്റ് സൈഡ് ഒതുക്കി, ഒരാൾ പെട്ടെന്ന് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് കയറി സാധനത്തെടുത്ത് ആ കാറിലോട്ട് ഇറങ്ങി. കൊല്ലത്ത് കാറിൽ സഞ്ചരിക്കുകയായിരുന്ന ഭാര്യയെ ഭർത്താവ് പെട്രോൾ ഒഴിച്ച് കൊലപ്പെടുത്തി. തഴുത്തല സ്വദേശിനി അനിലയാണ് മരിച്ചത്. ഒപ്പം സഞ്ചരിച്ച ആൺ സുഹൃത്തിനും പൊള്ളലേറ്റു. ഭർത്താവ് പത്മരാജൻ പോലീസ് കസ്റ്റഡിയിൽ. ഇന്നലെ രാത്രി 9 മണിയോടെയായിരുന്നു സംഭവം. കാറിൽ സഞ്ചരിക്കുകയായിരുന്ന അനിലയെ പിന്നാലെ മറ്റൊരു കാറിൽ പിന്തുടർന്നെത്തിയ ഭർത്താവ് ചെമ്മാമുക്കിൽ വെച്ച് കാർ തടയുകയും കയ്യിൽ കരുതിയ പെട്രോൾ ഒഴിച്ച് കത്തിക്കുകയായിരുന്നു. വലിയ ശബ്ദത്തോടെ കത്തിയ കാറിൽ നിന്നും പുറത്തേക്ക് ചാടിയ യുവാവിനെ സംഭവസ്ഥലത്ത് ഉണ്ടായിരുന്നവരാണ് രക്ഷപ്പെടുത്തിയത്. ദേഹമാസകലം പൊള്ളലേറ്റ യുവതി പുറത്തേക്ക് ഇറങ്ങിയെങ്കിലും സംഭവസ്ഥലത്ത് തന്നെ മരിക്കുകയായിരുന്നു. 3 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയാണ് തീ അണച്ചത്. പരിക്കേറ്റ സോണി എന്ന യുവാവിനെ കൊല്ലം ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആശ്രാമത്ത് സ്വകാര്യ ആശുപത്രിക്ക് സമീപം പാർട്ണർഷിപ്പിൽ സ്ഥാപനം നടത്തുകയാണ് അനില. അനിലയുടെ ആൺ സുഹൃത്തായ ഹനീഷിനെയാണ് ലക്ഷ്യം വെച്ചതെങ്കിലും സംഭവം നടക്കുമ്പോൾ സ്ഥാപനത്തിലെ ജീവനക്കാരനായ സോണിയായിരുന്നു ഒപ്പം ഉണ്ടായിരുന്നത്. ഗുരുതരമായി പൊള്ളലേറ്റ സോണിയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. കൃത്യം നടത്തിയ ശേഷം പത്മരാജൻ പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങുകയായിരുന്നു.